അപ്പോൾ ഈ നമുക്ക് കേൾക്കുമ്പോൾ അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ തുടക്കത്തിൽ നമുക്ക് തോന്നും, ഇത് 1% നന്നായതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്? തീർച്ചയായിട്ടും ഗുണമുണ്ട്. ഞാനത് വായിച്ചിട്ട്, ആ പുസ്തകം വായിച്ചിട്ട് ഞാനത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു. ആ പുസ്തകം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു സംഭവമാണ് ഈ പറയുന്ന 1% അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന എഡ്യൂടെക്കിൻ്റെ സിഇഒ ആണ്. എനിക്ക് അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ, പഠിപ്പീര് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽസുകളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഒരു കുഞ്ഞുണ്ട്, കുക്കിംഗ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും എനിക്ക് എൻ്റെ പുസ്തകം 1½ മാസം കൊണ്ട് എഴുതി തീർക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു 1% ഹാബിറ്റാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് കൃത്യമായിട്ടൊരു ടൈം വേണം. ഏത് സമയത്താണ് ഞാനത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഡേ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു 4 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. 4 മണി തൊട്ട് 4:30 വരെ കറക്റ്റ് ഈ പിന്നെ ഫോണിലൊക്കെ പിന്നെ നോൺ ഡിസ്റ്റർബൻസ് മോഡൊക്കെ ഇട്ടിട്ട് ഞാൻ ആ 4 തൊട്ട് 4:30 മണി വരെ കൃത്യമായിട്ട് എഴുതുമായിരുന്നു. 4:30 കഴിയുമ്പോൾ ഞാൻ നിർത്തുക. നിർത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ പോകും. അങ്ങനെ ആ ഒരു ടൈം ടൈം ഞാൻ കീപ്പ് ചെയ്തു. ഇപ്പോൾ തുടക്കത്തിൽ അങ്ങനെ അത്ര എഴുതാനൊന്നും പറ്റിയില്ല. തുടക്കത്തിൽ 1 പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് അത്രയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ എഴുതാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ എഴുതാൻ സാധിച്ചു എന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എഴുതി തീർക്കാനുള്ള ഒരു ആവേശം വന്നു. ശരിക്കും അതാണ് എൻ്റെ ഒരു പിന്നിലെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മാജിക് എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യം സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോട്ടാണ് അതിൽ വരുന്നത്.